ബാലമാമ. ദേ ചാരു, കരയരുത്. നിന്റെ അരവിന്ദന്റെയും കല്യാണത്തിന് വാക്ക് കൊടുത്തത് മാഷ. ആ വാക്ക് തെറ്റിക്കാതെ നോക്കേണ്ടത് നീയാ. മോള് ടെൻഷൻ ആവണ്ട. ബാലമാമ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? എന്നാലും എനിക്ക് പേടിയുണ്ട് ബാലമാമ. എനിക്കെന്റെ ബാലമാമയെ വലുത്. ഞാൻ കാരണം ബാലമാമയ്ക്ക് ഒരബദ്ധം സംഭവിക്കരുത്. ഒന്നും സംഭവിക്കില്ല. മോളിങ്ങനെ കരയാതെ. എനിക്ക് പറ്റില്ല ബാലമാമ. മോളെ, ബാലമാമയല്ലേ പറയുന്നത്. മോള് കരയാതെ. വയ്യ ബാലമാമ, എനിക്ക് വയ്യ. എന്താ മോളെ ഇത്? ഇങ്ങനെ വിഷമിക്കാതെ. ബാലമാമ പറഞ്ഞാൽ ഓർമ്മയില്ലേ? എന്നാലും എനിക്ക് പേടിയുണ്ട് ബാലമാമ. അതെ, ശാന്തപ്പന്റെ കുഞ്ഞുമോടെ വാക്കും കേട്ടെ അവളുമായിട്ടുള്ള കല്യാണം വേണ്ടാന്ന് പറഞ്ഞാലേ നമ്മുടെ പ്ലാനിങ് നടക്കോ? അമ്മയുടെ മനസ്സിലെന്താ? ഞാൻ അവളെ കെട്ടണമെന്നാണോ? കെട്ടിയ കൊല്ലും ഞാൻ. അല്ല, അമ്മയുടെ പെർഫോമൻസ് കൊണ്ട് ചോദിച്ചതാ. ഷോ, നീ എന്തൊരു മണ്ടനാടാ. ഇപ്പൊ നിന്റെ അച്ഛന് നമ്മളോടുള്ള വിശ്വാസം കൂടിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ വിശ്വാസം കൂട്ടി കൂട്ടി കൊണ്ടുവരണം. അപ്പം നമ്മുടെ പ്ലാൻ കൃത്യമായിട്ട് വർക്കൗട്ട് ആവും. അമ്മേ, ശാന്തപ്പനും കുഞ്ഞുമോളും ഇവിടെ വന്ന് ജാതകവും ആക്സിഡന്റും തമ്മിൽ കണക്ട് ചെയ്ത് പറയണമെങ്കിൽ അച്ഛന്റെ ആക്സിഡന്റും അവരും ബാബുക്കുണ്ടും ചേർന്ന് നടത്തിയതായിക്കൂടെ? എന്താ ആലോചിക്കുന്നേ? അതിപ്പോ നീ ഫോണിങ് തന്നെ. ബാബുക്കുട്ട. അമ്മായി. ബാബുക്കുട്ട, നീ എവിടെയാടാ? ഞാൻ എന്താ ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടേ കോയമ്പത്തൂരാ. എന്താ അമ്മായി? ഓ, കോയമ്പത്തൂരാണല്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പോ 2 ദിവസമായി. എന്തേ? അതെ, മാഷിനൊരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ, ആക്സിഡന്റോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ അമ്മായി? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അല്ല, ഏത് ഹോസ്പിറ്റലാ? മെഡിക്കൽ കെയറിലാ. ഓ, മെഡിക്കൽ കെയറോ? അമ്മായി, ദേ ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോട്ടോല് ഷിഫ്റ്റ് ആണെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് പരിചയമുള്ള 1-2 ഹോസ്പിറ്റലുണ്ട്. ഏയ്, അതിനുള്ള പരിക്കൊന്നുമില്ല. ദേ എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ദേ എപ്പോ വേണമെങ്കിലും വിളിക്കണം കേട്ടോ. ശരി, വിളിക്കാം. ഓക്കെ. ഡാ, അവൻ കോയമ്പത്തൂരാണെന്നാ പറയുന്നത്. അതുകൊണ്ടേ ബാബുക്കുട്ടനാവാൻ സാധ്യതയില്ല. അമ്മേ, അവൻ അവിടെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്താ പോരെ? ഇന്നലെ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന വണ്ടി ഇന്ന് രാവിലെ നോക്കിയപ്പോ സ്റ്റാർട്ടായില്ല. എന്നിട്ട് ഒന്നുകൂടി പറ. അമ്മേ, ഇന്നലെ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന വണ്ടി ഇന്ന് രാവിലെ നോക്കിയപ്പോ പ്ലഗ് ഒക്കെ നശിപ്പിച്ചിട്ടിരിക്കുക. എന്നിട്ടാ ഞാൻ ആകാശിന്റെ വണ്ടി കയറി പോയത്. എടാ, അതൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണല്ലോ. അമ്മ ബാബുക്കുട്ടനെ അങ്ങനെ മുഴുവനായിട്ട് വിശ്വസിക്കണ്ട. അങ്ങനെയല്ലടാ, നമ്മുടെ കാര്യം നടക്കുന്നത് വരെ അവനെ കൂടെ നിർത്തിയേ പറ്റൂ. എടാ, നമ്മൾ പ്ലാൻ ചെയ്ത് റൂട്ട് വെച്ച് പോവാനേ ഈ ഒരു വഴിയേ ഉള്ളൂ. മനസ്സിലായോ? അവിടെ അന്വേഷിക്കുന്നുണ്ടാവും. വാ.